സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024-25 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ ഏതൊക്കെയാണ്? ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകളാണ് പുണ്യ, ആദ്യ എന്നിവ. നെല്ലിനങ്ങളുടെ പേരുകളാണ് പുണ്യ, ആദ്യ എന്നിവ. ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? ലോക്പാലിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൽവിൽക്കർ ആണ്. ജസ്റ്റിസ് AM ഖാൽവിൽക്കർ നിലവിൽ ലോക്പാൽ അധ്യക്ഷൻ. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. HDFC ബാങ്ക് ആണ്. കവരത്തി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന HDFC ബാങ്ക് ആണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. 2025 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ടം കലാകാരി. 2025 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ടം കലാകാരിയാണ് കലാമണ്ഡലം സരസ്വതി. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്കാണ് ഏറനാട് താലൂക്ക്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക് ഏറനാട് താലൂക്ക്. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണ്? 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കളാണ് ഗുകേഷ് ടി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ എന്നിവർ. ഗുകേഷ് ടി ചെസ് താരം, ഹർമൻപ്രീത് സിംഗ് ഏതിനമാണ്? ഹോക്കിയാണ്, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്, മനു ഭാക്കർ ഷൂട്ടിംഗ് താരം എന്നിവർക്കാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ്? ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഒഡീസിയസ് ആണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. ലോക ജൈവ ഇന്ധന ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 10 ആണ്. ഓഗസ്റ്റ് 10. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം ഏതാണ്? സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, NIOT. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, NIOT. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്തായിരുന്നു? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നായിരുന്നു. ഗെയിംസ് വൈഡ് ഓപ്പൺ. ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാതൃക എന്ന പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം കാൺപൂരാണ്. ഉത്തർപ്രദേശിലെ കാൺപൂർ. പ്രത്യേകത എന്താണ്? ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച പ്രതിമയാണ്. പ്രതിമയുടെ പേര് മാതൃക എന്നാണ്. സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരാണ്. ആശാ വർക്കർമാർക്ക് ഗ്രാജുവേറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ആശാ വർക്കർമാർക്ക് ഗ്രാജുവേറ്റി പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ക്യാൻസറിനുള്ള ഫലപ്രദ വാക്സിൻ വികസിപ്പിച്ചതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ക്യാൻസറിനുള്ള ഫലപ്രദമായ വാക്സിൻ വികസിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചത് റഷ്യയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് ഏത്? ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് സ്വരാവാർ എന്നത്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് സ്വരാവാർ. യുണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? യുണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ്. പദ്ധതിയുടെ പേര് ലിറ്റിൽ കൈറ്റ്സ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യം എത്ര മീറ്റർ ആണ്? 10 മീറ്റർ. മനു ഭാക്കർ, സരബ്ജോത് സിംഗ് എന്നിവരാണ്.
കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ സ്ഥലങ്ങളാണ് കടലുണ്ടി, കുമരകം എന്നിവ. കടലുണ്ടി, കുമരകം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് കാരിച്ചാൽ ചുണ്ടനാണ്. പള്ളത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ കിരീടം നേടിയത്. കാരിച്ചാൽ ചുണ്ടൻ. ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായിട്ട് നിയമിതയായത് ആരാണ്? ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡർ ആരാണ്? രശ്മിക മന്ദാനയാണ്. രശ്മിക മന്ദാന. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി കസാൻ. റഷ്യയിലെ കസാൻ ആയിരുന്നു 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി. കസാൻ എവിടെയാണ്? റഷ്യയിലാണ്. റഷ്യയിലെ കസാൻ. റിഗോലിത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം. റിഗോലിത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 4. സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുള്ള കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത്? സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുള്ള കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് എം ജയചന്ദ്രനാണ്. എം ജയചന്ദ്രൻ. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി മെക്സിക്കോ, US, കാനഡ. മെക്സിക്കോ, US, കാനഡ എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. എവിടെയൊക്കെയാണ്? മെക്സിക്കോ, US, കാനഡ. വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യുവാനുള്ള പദ്ധതി. വ്യക്തികളുടെയും സർക്കാരിൻ്റെയും കീഴിലുള്ള തരിശുഭൂമിയിൽ അത്യാധുനിക രീതിയിൽ കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് നവോത്ഥാൻ പദ്ധതി. പദ്ധതിയുടെ പേര് നവോത്ഥാൻ. NAWDHAN. ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച 3ാമത്തെ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ശേഷം ജാതി സെൻസസ് ആരംഭിച്ച 3ാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന. 2024 ഇറാനി ട്രോഫി കിരീടം നേടിയത്? 2024 ഇറാനി ട്രോഫി കിരീടം മുംബൈയാണ്. മുംബൈ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്? 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് കെ ജയകുമാറാണ്. കെ ജയകുമാർ. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരം. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്? കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹമായ പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്തു തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? സുധീർ കുമാറാണ്. പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് സുധീർ കുമാറാണ്.
കേരളത്തിൽ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? കേരളത്തിൽ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി താഴെത്തുടുക്കിയാണ്. സൈലന്റ് വാലിയിൽ താഴെത്തുടുക്കി. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി കമ്പാലത്തറയാണ്. കമ്പാലത്തറ. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യ. ലോക കരൾ ദിനം 2024 പ്രമേയം. ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏപ്രിൽ 19 ഏപ്രിൽ 19 ലോക കരൾ ദിനം 2024 പ്രമേയം കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ എന്നാണ്. കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായ ഏഷ്യൻ ടെലികോമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം 2024 ലഭിച്ചത് കെ-ഫോണിനാണ്. കെ-ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായ ഏഷ്യൻ ടെലികോമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചതാണ് കെ-ഫോൺ. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽനക്ഷത്രം. സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയത് പോൺസ് ബ്രൂക്സ് ആണ്. 2024 ഏപ്രില് സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽനക്ഷത്രത്തിന്റെ പേരാണ് പോൺസ് ബ്രൂക്സ്. 2024 ലോക ഭൗമ ദിനം വേൾഡ് എർത്ത് ഡേയുടെ പ്രമേയം. ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22 ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. 2024 പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ് ആണ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. ഇന്ത്യയിലെ ആദ്യ നദി ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകളുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2025 ലോറസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം. 2025 ലോറസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് ആണ്. ഋഷഭ് പന്ത്. ബഹിരാകാശത്ത് പയറ് വിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി. ബഹിരാകാശത്ത് പയറ് വിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി ISRO. ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ്? ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി വേണു നായർ. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ. 2025 ജനുവരിയിൽ അന്തരിച്ചു. രാജഗോപാല ചിദംബരമാണ്. രാജഗോപാല ചിദംബരം. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ജഗതി ശ്രീകുമാറിനാണ്. ജഗതി ശ്രീകുമാർ. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് എ നസീറയുടെ ഉച്ചാടനം എന്ന നോവലിനാണ്. എ നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ലഭിച്ചത്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കെ ജയകുമാർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത്. 63ാമത് തൃശ്ശൂരാണ്. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വർ. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വർ. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച 6.4%. 6.4%. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച 6.4%. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ. ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിനാണ് CR450. CR450. ബ്രഹ്മപുരം
മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് ഇതുവരെ. ചിത്രത്തിന്റെ പേര് ഇതുവരെ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിൽ ഏതാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാർ. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. 2-ാം സ്ഥാനം ചൈന. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏതാണ്? ഇന്ത്യയുടെ റോക്കറ്റ് LMV-3 ആണ്. LMV-3. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റാണ് LMV-3. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ്? മന. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മന എന്ന സ്ഥലത്താണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത്. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത്. ആദ്യ പരീക്ഷണ ദൗത്യം TVD-1 എന്നാണ്. TVD-1. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യത്തെ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1. പ്രശസ്ത സാഹിത്യകാരി സാറ തോമസിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏതാണ്? നാർമടിപ്പുടവ എന്ന കൃതിയാണ്. നാർമടിപ്പുടവ. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25-നാണ്. 2023 ഏപ്രിൽ 25. 95ാമത് ഓസ്കർ പുരസ്കാര ദാന ചടങ്ങിൽ അവതാരകയായ ബോളിവുഡ് നടി. 95ാമത്തെ ഓസ്കർ പുരസ്കാര ചടങ്ങിൽ ദീപിക പദുക്കോൺ. ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകമാണ്. കുമരകം. 2025 വനിതാ IPL കിരീടം നേടിയത്. 2025 വനിതാ IPL കിരീടം മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ്. ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം 2025 ബ്രസീലാണ്. ബ്രസീൽ. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം. ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് ചൈന. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ ആണ്. ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം ഫിൻലാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഏതാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ്. കൊച്ചി വാട്ടർ മെട്രോ. പാഴ്സി ലേഡി എന്ന ചിത്രമാരുടേതാണ്? പാഴ്സി ലേഡി രാജ രവിവർമ്മയുടെ ചിത്രമാണ് പാഴ്സി ലേഡി. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത് കേരളമാണ്. കാർബൺ ന്യൂട്രൽ പ്രവർത്തനത്തിലുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത്. കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടിയാണ്. വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്താണ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. ഇറാസ്മസ് പുരസ്കാരം അമിതാവ് ഘോഷാണ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് അമിതാവ് ഘോഷ്.
കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 2023 50-ാം വാർഷികമാണ് ആഘോഷിച്ചത്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ തിമോർ ലെസ്റ്റെ, കൊമോറസ് എന്നിവയാണ്. തിമോർ ലെസ്റ്റെ, കൊമോറസ്. നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനം പൊക്കാറ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം സൗദി അറേബ്യ. മനുഷ്യനെ അരനൂറ്റാണ്ടിനു ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കുവാനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ്. ദൗത്യത്തിൻ്റെ പേര് ആർട്ടമിസ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. ഫോർട്ട് വില്യം എന്നറിയപ്പെട്ടിരുന്ന കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പുതിയ പേര് വിജയ് ദുർഗ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇബ്ക, ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. തദ്ദേശ പുരസ്കാരത്തിന് അർഹമായ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. തദ്ദേശ പുരസ്കാരത്തിന് അർഹമായ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം. ദേശീയ ന്യൂനപക്ഷാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 18. വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണ സ്ഥാപനം ആകാശവാണിയാണ്. ആകാശവാണി. ഖേൽരത്നം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഖേൽരത്നം ഡി ഗുഗേഷ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം NVS-02 ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണമാണ് NVS-02. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം. 2025 ജനുവരിയിൽ ഇന്തോനേഷ്യ. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത്. 2024 ഐവറി പുരസ്കാരം KS ചിത്ര. കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. സ്കിൻ ബാങ്ക് തിരുവനന്തപുരമാണ്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ISROയുടെ ചെയർമാൻ V നാരായണൻ. അർബൻ വേട്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അർബൻ വേട്ട സജി കുമാറാണ്. സജി കുമാർ. 2025 നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പേര് MT നിള. 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസം. 2025 സൂപ്പർ സൺ ദൃശ്യമായത് ജനുവരി 4. ജനുവരി 4. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി. പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വിധേയനായ ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.